എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ലോഗും ഒപ്പം തന്നെ ആൻറ്റി ലോഗും ലോഗരിതം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന സബ്ജക്റ്റിലൊക്കെ ജോമെട്രിക് മീൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോഗും ആൻറ്റി ലോഗൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ബാക്കി പല സബ്ജക്റ്റുകൾക്കും ലോഗ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ കണ്ട് എങ്ങനെയാണ് സാധാരണ ഒരു ടേബിൾ വെച്ചുകൊണ്ട് ലോഗരിതം ടേബിൾ വെച്ചുകൊണ്ട് ഈ ഒരു ലോഗും ആൻറ്റി ലോഗും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നന്നായിട്ട് വിശദമായിട്ട് അതിനെക്കുറിച്ച് ടിപ്സൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ജോമെട്രിക് മീൻ എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ ജോമെട്രിക് മീൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ nth റൂട്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് n നോൺ നെഗറ്റീവ് വാല്യൂസ്. അതായത് കുറേ സംഖ്യകളുടെ നമുക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ സംഖ്യകളൊക്കെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് 2 × 2 നമുക്ക് 4 എന്ന് കിട്ടും അല്ലേ. ആ 4നെ ഇവിടെ വിളിക്കുന്നത് പ്രോഡക്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആ സംഖ്യകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് അതിൻ്റെ nth റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. nth റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 സംഖ്യ ഉള്ളെങ്കിൽ നമുക്കതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഇപ്പോൾ 3 സംഖ്യയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം കേട്ടോ. ആ രീതിയിൽ നമുക്ക് അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജോമെട്രിക് മീൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ജോമെട്രിക് മീൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ വാല്യൂസ് ഓഫ് ദി ഐറ്റംസ്. നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു ഡാറ്റ സീരീസിലെ എല്ലാ ഐറ്റത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ടേക്കിംഗ് ഇറ്റ്സ് റൂട്ട് കറസ്പോണ്ടിങ് ടു ദ നമ്പർ ഓഫ് ഐറ്റംസ്. എത്ര ഐറ്റംസ് ആണോ അതിലുണ്ടായിരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയും ഇവിടെ നമുക്ക് x1 x2 x3 എന്ന് പറഞ്ഞാൽ xn വരെ നമുക്ക് എത്ര ഐറ്റമാണോ ഇവിടെ ഉള്ളത് ആ സംഖ്യകളെല്ലാം നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. 5 സംഖ്യയാണോ ഉള്ളതെന്ന് വിചാരിക്കുക. 5 സംഖ്യകളെ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 5th റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 5 എന്നുള്ളതായിരിക്കും എന്നിന് പകരം ഇവിടെ വരിക. അപ്പോൾ അതിന് ഡയറക്റ്റ് ഫോർമുല ഏതാണ്? അപ്പോൾ പലപ്പോഴും ഇതൊരു കുറേ സംഖ്യകളുണ്ടാകുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിലൊന്നും അത് ഒതുങ്ങാതെ വരും. അപ്പോൾ നമുക്കത് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരമായിട്ട് എളുപ്പത്തിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ ലോഗ് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ആൻറ്റി ലോഗ് ഓഫ് 1/n ഇൻറ്റു ലോഗ് എക്സ് ലോഗ് x2 അല്ലേ, അതെല്ലാം കൂട്ടിയതിന് ശേഷം അതിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ആൻറ്റി ലോഗാണ് കണ്ടുപിടിക്കേണ്ടത്. ആ രീതിയിലാണ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ n. അപ്പോൾ അതാണ് അതിൻ്റെ ഷോർട്ട് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ ഈ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടെ ഓർത്തിരിക്കുക. ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡ് ബൈ n. അപ്പോൾ നമുക്കിവിടെ ലോഗ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എല്ലാ വാല്യൂസിൻ്റെയും ലോഗ് കണ്ടുപിടിക്കണം ലോഗരിതം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട്. ദെൻ ആൻറ്റി ലോഗ് അതിന് ശേഷം നമ്മൾ അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻറ്റി ലോഗും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇങ്ങോട്ടും എടുത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ലോഗരിതം ഓഫ് ദി ഒബ്സർവേഷൻ ആൻഡ് ആഡ് ദം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിലെ എല്ലാ ഐറ്റത്തിൻ്റെയും ലോഗ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ സമ്മ് അല്ലേ അത് നമ്മൾ ടോട്ടൽ ചെയ്തെടുക്കുക. സിഗ്മ ലോഗ് എക്സ് കിട്ടും. ദെൻ ആ കിട്ടുന്ന സിഗ്മ ലോഗ് എക്സിനെ നമ്മൾ നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം കിട്ടുന്ന ഉത്തരത്തെ അതാണ് നമ്മളൊരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെ നമ്മൾ കോഷ്യൻ്റ് എന്നാണ് പറയുന്നത്. 2 സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഉത്തരത്തെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിൽ നമ്മളൊരു സംഖ്യ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെ നമ്മൾ എന്ത് വിളിക്കും? കോഷ്യൻ്റ് എന്നാണ് വിളിക്കുക. ആ ഉത്തരത്തിൻ്റെ ആൻറ്റി ലോഗ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടേക്ക് ദ ആൻറ്റി ലോഗ് ഓഫ് ദിസ് കോഷ്യൻ്റ്. അപ്പോൾ അതാണ് ഈ ഒരു ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ ലോഗ് നോക്കാൻ വേണ്ടി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ലോഗരിതം ടേബിൾ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ പോകുമ്പോൾ ലോഗരിതം ടേബിൾ നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലോഗ് നോക്കുന്നത് മാത്രം ഇവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. ലോഗരിതം ടേബിൾ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ലോഗരിതം ടേബിളിൻ്റെ ഈ ഒരു ലോഗരിതം ടേബിളിൻ്റെ ഈ ഒരു PDF ആവശ്യമുള്ളവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റാ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനൊരു PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ വേണമെങ്കിൽ നിങ്ങൾ ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കാവുന്നുള്ളൂ. ഇപ്പോൾ PDF ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് അത് പ്രിൻ്റ് എടുക്കണം കേട്ടോ. ഒരു 4 പേജുണ്ട്. 4 പേജ് പ്രിൻ്റ് എടുത്ത് കൈവശം വയ്ക്കുക. അതിലും അല്പം ബെറ്റർ ആയിട്ടുള്ളത് ഏതായാലും ഒരു ലോഗരിതം ടേബിൾ നിങ്ങൾ ബുക്ക് സ്റ്റോൾ വഴി വാങ്ങിക്കുന്നതായിരിക്കും അല്പം കൂടെ മെച്ചം. തൽക്കാല ആവശ്യത്തിന് വേണമെങ്കിൽ PDF ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ മന്ത്ലി ഇൻകം ഓഫ് 10 ഫാമിലീസ് ഇൻ എ ലൊക്കാലിറ്റി ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് ദ ജോമെട്രിക് മീൻ.
താഴെ കൊടുത്തിരിക്കുന്ന 10 ഫാമിലികളുടെ മന്ത്ലി ഇൻകം മാസ വരുമാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഇൻകത്തിൻ്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടേഷൻ ഓഫ് ജോമെട്രിക് മീനിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫാമിലിയും ഒപ്പം തന്നെ ഇൻകത്തെയാണ് നമ്മളിവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ലോഗ് എക്സ് കണ്ടുപിടിക്കണമല്ലോ. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സിഗ്മ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നാണല്ലേ. അപ്പോൾ അതിൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ സെറ്റിലെ ഓരോ ഐറ്റവുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻകം എന്നെഴുതിയിട്ട് അതിൻ്റെ താഴോട്ട് നമുക്ക് ആ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന അവരുടെ മന്ത്ലി ഇൻകം എഴുതി വയ്ക്കാം. അപ്പോൾ അതിന് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തു, ദെൻ ഇൻകം എന്ന് പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വാല്യൂവിൻ്റെയും ലോഗരിതം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ലോഗ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ 85ൻ്റെ ലോഗ് കണ്ടുപിടിക്കണം, ദെൻ 70യുടെ ലോഗ് കണ്ടുപിടിക്കണം, 15ൻ്റെ ലോഗ് കണ്ടുപിടിക്കണം, 75ൻ്റെ 500ൻ്റെ. അപ്പോൾ അങ്ങനെ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ലോഗ് വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ ഓരോന്നും ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ലോഗരിതം ടേബിൾ ഉപയോഗിക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ഇതാണ് സിഗ്മ ലോഗ് എക്സ്. സിഗ്മ ലോഗ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് 17.6373 അല്ലേ. അതിനുശേഷം അതിനെ നമുക്ക് നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് 10 ഫാമിലിയാണല്ലേ, ഈ ടോട്ടലിനെ നമ്പർ ഓഫ് ഐറ്റം n കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആ കിട്ടുന്ന ഐറ്റത്തിൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുമ്പോൾ അതായിരിക്കും ജോമെട്രിക് മീൻ ആയിട്ട് വരിക. ഇതാണ് ജോമെട്രിക് മീൻ വരിക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെ ലോഗ് കണ്ടുപിടിക്കണം. അപ്പോൾ 85ൻ്റെ ലോഗ്, അപ്പോൾ നമുക്കറിയാം ലോഗരിതം ടേബിൾ ഒന്ന് പരിചയപ്പെടാൻ നോക്കുക. ലോഗരിതം ടേബിൾ നമുക്കിവിടെ ആദ്യത്തെ ലോഗ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു കോളം ഉണ്ട്, ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നമുക്ക് 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മുതൽ നമുക്ക് ഈ ഒരു കോളം താഴോട്ട് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കുന്നത് 99 വരെ അവൈലബിൾ ആണ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് റൈറ്റ് സൈഡിലേക്കും നമുക്കിവിടെ ഉണ്ട്. അത് 0, 1, 2, 3 തൊട്ട് നമുക്ക് 9 വരെ ഇങ്ങോട്ടും ഉണ്ട്. അതുകൂടാതെ മറ്റൊരു കോളം കൂടിയുണ്ട്, മീൻ ഡിഫറൻസ് എന്ന് പറഞ്ഞ് ഇത്രയും കൊടുത്തിരിക്കുന്ന മീൻ ഡിഫറൻസ് ആണ്. അത് 1 to 9 വരെ മീൻ ഡിഫറൻസും ഉണ്ട്. ലോഗരിതം ടേബിളിൻ്റെ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് എളുപ്പത്തിന് വേണ്ടി താഴെയും ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 0 to 9 വരെ എഴുതിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ 52ൻ്റെയൊക്കെ നോക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ 5ന് കീഴിൽ എത്രയാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. മുകളിലേക്ക് പോയി ഇവിടെ നിന്ന് താഴോട്ട് വരേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ താഴെയിൽ നിന്ന് നമുക്ക് ഇത് പരിശോധിക്കാവുന്നതാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും ഈ ആദ്യത്തെ 2 പേജുകളാണ് ലോഗരിതം ലോഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൻറ്റി ലോഗരിതം ഉണ്ട്. ആൻറ്റി ലോഗരിതത്തിൽ നമുക്ക് വരുന്നത് നമുക്ക് അവിടെ നമുക്ക് ഇതുപോലെ തന്നെ കോളം ഉണ്ട്. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0.00, 0.01 ആ രീതിയിലാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലോഗിൽ കണ്ടതുപോലെ തന്നെയാണ്. ഇവിടെ 0.00 തൊട്ട് നമ്മൾ 0.99 വരെയുള്ള വാല്യൂസാണ് ആൻറ്റി ലോഗരിതത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോഗ് കണ്ടുപിടിക്കണം, ഒപ്പം തന്നെ കിട്ടുന്ന വാല്യൂസിന് അതിനുശേഷം നമുക്ക് ആൻറ്റി ലോഗും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആദ്യത്തെ ലോഗ് 85ൻ്റെ ലോഗാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ 85 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലോഗ്, അപ്പോൾ ആൻറ്റി ലോഗ് അല്ല, ലോഗാണ് നോക്കേണ്ടത് ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 85 എവിടെ ഇങ്ങോട്ട് വന്ന് നോക്കുക. 85 എത്രയാണ് വന്നിരിക്കുന്നത് ഇവിടെ 85ൽ ഇതാണ് 85 എന്ന് പറയുന്നത് അല്ലേ. 85 കിടക്കുന്നു. അപ്പോൾ 85 കഴിഞ്ഞാൽ അടുത്തൊരു സംഖ്യയില്ല അല്ലേ. 85 കഴിഞ്ഞ് നമുക്ക് 85 കഴിഞ്ഞ ഒരു 6 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി നമ്മൾ ഇവിടെ 6ന് താഴോട്ടല്ലേ, 6ന് താഴെ 85ൻ്റെ നേരെ എത്രയാണോ വാല്യൂ അത് നമ്മൾ എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് 85 കഴിഞ്ഞ് വേറെ ഒന്നും വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയിട്ട് തന്നെ എടുക്കണം. ആദ്യത്തെ വാല്യൂ 0 ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് 85ൻ്റെ തൊട്ടെടുക്കുന്ന വാല്യൂ അല്ലേ 9294 അല്ലേ. 9294 നമുക്ക് വാല്യൂ കിട്ടും. നോക്കി ആ 9294 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ കിട്ടുന്ന ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, 9294 ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ട് 9294 നിങ്ങൾ എഴുതി വെക്കണം. അതിനുശേഷം അതിൻ്റെ തൊട്ടിപ്പുറം ഒരു 1 എന്ന് കിടക്കുന്നുണ്ടോ. ഈ 1 വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ചിലടത്ത് 0 ആണല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ഒരു ടിപ്പ് നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്കിവിടെ 85 എന്ന് പറയുന്നത് എത്ര സംഖ്യ ഉണ്ടെന്ന്, എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ഓർക്കുക. 85 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിജിറ്റാണ് ഉള്ളതല്ലേ. 8 ഒരു ഡിജിറ്റ്, 5 മറ്റൊരു ഡിജിറ്റ് അല്ലേ. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റല്ലേ ഉള്ളത്. അപ്പം നമുക്ക് എത്ര ഡിജിറ്റാണുള്ളത് അതിൽ നിന്ന് നമ്മൾ 1 കുറച്ചുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെസിമൽ പോയിൻറ്റിൻ്റെ തൊട്ടിപ്പുറയുള്ള സംഖ്യയിലേക്ക് എത്തുക. ഇപ്പോൾ നമുക്കിവിടെ 2 ഡിജിറ്റ് 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ. 2 - 1 = 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 1.9294 എന്ന് എഴുതും അല്ലേ. അതാണ് എഴുതിയിരിക്കുന്നത് 1.9294. അപ്പോൾ അടുത്ത സംഖ്യ നോക്കിയാൽ ഇവിടെ 70 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. 70യും എത്ര ഡിജിറ്റേ ഉള്ളൂ, 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 - 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ലോഗ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് 1 എന്നുള്ളത് ഡെസിമൽ പോയിൻറ്റിന് ഇപ്പുറം ചേർക്കാൻ മറന്നു പോകരുത്. ഇവിടെ 15 ആണെങ്കിലും 75 ആണെങ്കിലും 1 വന്നിരിക്കുന്നത്. നോക്കിയാൽ 500 ഇവിടെ നമുക്ക് 3 ഡിജിറ്റില്ലേ. ഈ 3 ഡിജിറ്റ് ആകുമ്പോൾ 3 - 1 നമുക്ക് 2 എന്ന് വരും അല്ലേ. അതായത് 3ൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കണം. അപ്പോൾ എത്ര ഡിജിറ്റാണുള്ളത് അതിൽ നിന്ന് 1 കുറച്ചിട്ട്
നിങ്ങൾക്ക് ഈ ഒരു ഡെസിമൽ പോയിൻറ്റിൻ്റെ തൊട്ടിപ്പുറയുള്ള സംഖ്യ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കിവിടെ 8 ആണ്. അപ്പോൾ 8ൽ നിന്ന് 8 എന്ന് പറഞ്ഞാൽ 1 ആണല്ലേ, ഒറ്റ ഡിജിറ്റലേ ഉള്ളൂ. അപ്പോൾ 1ൽ നിന്ന് 1 കുറച്ച് എത്താൻ കിട്ടുള്ളൂ, 0 കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 0 വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡെസിമൽ വാല്യൂം വരാം കേട്ടോ. ഡെസിമൽ ലോഗ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരാം, അല്ലെങ്കിൽ ഡെസിമൽ പോയിൻറ്റിൻ്റെ ഡെസിമൽ വാല്യൂവിൻ്റെ നമുക്ക് ഇത്തരത്തിൽ ലോഗ് കണ്ടുപിടിക്കേണ്ടി വരും. അത് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ നോക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡെസിമലൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 40ക്ക് വന്നിരിക്കുന്നത് 2 ഡിജിറ്റാണ്, 2 - 1 1 അല്ലേ, ആ രീതിയിൽ. അപ്പോൾ മറ്റ് സംഖ്യകളുടെ നമുക്ക് ലോഗ് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് 70യുടെ കണ്ടുപിടിക്കാം. 70 നമ്മളിപ്പോൾ 85ന് കണ്ടുപിടിച്ചു അല്ലേ. 70യുടെ കണ്ടുപിടിച്ച് 70 നമ്മൾ ലോഗിൽ തന്നെ 70ക്ക് നേരെ അല്ലേ, 70ക്ക് നേരെ 8451 ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 8451 എന്ന് ഇട്ടു, അതിൻ്റെ തൊട്ടിപ്പുറേ 1 എന്ന് എഴുതുകയും ചെയ്തല്ലേ. അതുപോലെ തന്നെ 15ൻ്റെയും 75ൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഈ ലോഗരിതത്തിൻ്റെ ഉപയോഗിച്ച് ഇതേപാട് കിട്ടും. നമുക്ക് 500 അല്ലേ, 500 നോക്കാം. 500 നോക്കുമ്പോൾ നമുക്ക് 50 കഴിഞ്ഞ് 0, അതായത് 50യുടെ നോക്കുന്ന പോലെ തന്നെയാണ് അത് വരുന്നത്. 50 കഴിഞ്ഞ് 0 അല്ലേ, 50 കഴിഞ്ഞ് 0ക്ക് അണ്ടർ എന്നുള്ളതാണ് അല്ലേ, ഇതാണ് 0 അല്ലേ. 50 കഴിഞ്ഞ് 0ക്ക് അണ്ടർ നമുക്ക് 6990 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 50 കഴിഞ്ഞ് 1 ആയിരുന്നെങ്കിൽ, അതായത് 501 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എടുക്കുമായിരുന്നു, 50 കഴിഞ്ഞ് 1ന് കീഴ് അല്ലേ, ഈ 1ൻ്റെ നേരെ 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് നമ്മൾ എടുക്കുമായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ 50 കഴിഞ്ഞ് 0 എന്നായതുകൊണ്ട് നമ്മൾ 6990 തന്നെയാണ് അല്ലേ. 50 കഴിഞ്ഞ് ഇത് നോക്കുക 6990. അപ്പോൾ നമുക്കിവിടെ 2 വരും അല്ലേ. 50യും 500 തമ്മിൽ വ്യത്യാസം എന്തുകൊണ്ടാണ്, ഇവിടെ 500 എന്ന് പറഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്. 3 ഡിജിറ്റ് ആകുമ്പോൾ 3 - 1 ഡെസിമൽ പോയിൻറ്റിന് ഇപ്പുറമുള്ള സംഖ്യ 2 എന്നാവും അല്ലേ. ഇവിടെ 50 ആയിരുന്നെങ്കിൽ നമുക്ക് 1.6990 എന്ന് വരുമായിരുന്നു, 50 ഉള്ളായിരുന്നെങ്കിൽ, കാരണം 2 ഡിജിറ്റേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡെസിമൽ പോയിൻറ്റ് ഇപ്പുറമുള്ളത് 2 എന്ന് ലഭിക്കും. അപ്പോൾ 2.6990 എന്ന് വരും അല്ലേ. 8 എന്നുള്ളത് 8 നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് നമുക്ക് ഇവിടെ നമുക്ക് ലോഗരിതം ടേബിളിൽ 1 ഡിജിറ്റ് ഉള്ളെങ്കിൽ നമുക്കിവിടെ 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ 8 എന്നുള്ളത് നമുക്ക് 80 എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. 80 എന്നുള്ളതാണ് നോക്കേണ്ടത്. 80ൽ ആദ്യത്തെ സംഖ്യ അല്ലേ. അപ്പം 9031. അപ്പോൾ 8 വന്നാൽ നമ്മൾ 80 നോക്കുക. അപ്പോൾ 7 മാത്രമുള്ളെങ്കിൽ 70 നോക്കുക. ഓക്കെ, 5 മാത്രമുള്ളെങ്കിൽ 50 നോക്കുക, അതായത് 50 നോക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 8 വന്നപ്പോൾ നമ്മൾ 80യുടെ നോക്കി 9031 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കുക 9031. അപ്പോൾ ഇവിടെ നമുക്ക് 0 പോയിൻ്റ് എന്നാണ് വരുന്നത് അല്ലേ, കാരണം ഒറ്റ ഡിജിറ്റേ ഉള്ളതുകൊണ്ട് അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. 1 - 1 എത്ര വരും, 0 എന്ന് വരും അല്ലേ. അപ്പോൾ 8 ആയതുകൊണ്ട് ഇവിടെ 0യിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക, 0.9031 വരും. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാം, എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നുള്ളത് അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു log x അതിൻ്റെ ഈ വാല്യൂസ് എല്ലാം കൂട്ടിയിട്ട് നമ്മൾ സിഗ്മ log x കണ്ടുപിടിക്കും. ഇതെല്ലാം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 17.6373 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ സിഗ്മ log xനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂവിൻ്റെയാണ് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 17.6373 ഡിവൈഡഡ് ബൈ 10 എവിടെ നിന്നാണ് കിട്ടിയത്, നമുക്ക് മൊത്തം 10 ഫാമിലിയാണുള്ളത്. നമുക്ക് എണ്ണി നോക്കാം അല്ലേ, 1 2 3 ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട് 10 ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ 10 ആണ് ഇവിടെ n ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.76373 എന്നാണ് കിട്ടുന്നത്. 1.76373. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വാല്യൂവിൻ്റെയാണ് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ടേബിൾ ഏതാണ്, നമുക്ക് ഈ 3ാമത്തെ 4ാമത്തെ പേജുകൾ അല്ലേ, ആൻറ്റി ലോഗരിതംസ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ ആൻറ്റി ലോഗരിതത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഏത് വാല്യൂ വെച്ചുകൊണ്ടാണ് ഇത് പരിശോധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, നമുക്കിവിടെ 1.76373 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പോയിൻറ്റിന് ശേഷമുള്ള വാല്യൂ എടുത്താൽ മതി. ഈ വാല്യൂസാണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് 7637 ആദ്യത്തെ 4 വാല്യൂസ് വരെ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ 76 അതായത് 76 എടുക്കണം. 0.76 അല്ലേ, നമുക്കറിയാം 0.76. അപ്പോൾ നമുക്ക് 0.76 ആൻറ്റി ലോഗരിതത്തിൽ എവിടെയാണ് വരുന്നത് നോക്കുക. 0.76 ഇവിടെയാണ് വന്നിരിക്കുന്നത് അല്ലേ, 0.76. ഇനി 0.76 കഴിഞ്ഞ് അടുത്ത ഡിജിറ്റ് എന്താണെന്ന് നോക്കണം. 0.76 കഴിഞ്ഞ് 3 ഉണ്ടല്ലേ, അതായത് 0.76 അണ്ടർ 3 ആണ് നമ്മൾ എഴുതേണ്ടത്. 0.76 അണ്ടർ 3, 0.76 അണ്ടർ 3. അപ്പോൾ ആദ്യത്തെ 0 ആണല്ലേ, 0 1 2 3 ഈ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, 5794. അപ്പോൾ നമുക്ക് ഇത് നേരിട്ട് എടുത്ത് എഴുതരുത്, കാരണം നമുക്ക് ഈ ഒരു 0.76 കഴിഞ്ഞ് വീണ്ടും ഒരൈറ്റോടെ ഉണ്ടല്ലേ. 0.76 കഴിഞ്ഞ് നമുക്ക് 3 എഴുതി, അത് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് 7 നോക്കണം അല്ലേ, ആദ്യത്തെ 4 സംഖ്യകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ 7 എന്ന് പറയുന്നത്, ഇനി അടുത്ത സംഖ്യ നമ്മൾ നോക്കേണ്ടത് മീൻ ഡിഫറൻസ് ആണ്. അപ്പോൾ 5794 നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു 0.76 അണ്ടർ 3 5794 എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് സൈഡിൽ എഴുതി വയ്ക്കുക, 5794. ഇനി അടുത്ത സംഖ്യ ആയിട്ടുള്ള 7ൻ്റെ മീൻ ഡിഫറൻസ് നമുക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ ഈ മീൻ ഡിഫറൻസ് നമുക്ക് നോക്കാനുള്ള ഓപ്ഷനുണ്ട്.
നമുക്ക് 0.76 അതിൻ്റെ നേരെ തന്നെ മീൻ ഡിഫറൻസിൻ്റെ കോളം ഇതാണല്ലേ, ഇതാണ് മീൻ ഡിഫറൻസ് നടക്കുന്നത്. മീൻ ഡിഫറൻസിൽ 7ൻ്റെ നേരെ അല്ലേ, ഈ 7ൻ്റെ നേരെ താഴെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 9 നടക്കുന്നുണ്ടോ, ഈ 9 നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ മീൻ ഡിഫറൻസ്, അതായത് 4 സംഖ്യകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 4ാമത്തെ സംഖ്യയുടെ മീൻ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 58.03 നമുക്ക് കിട്ടും. 58.03 നമുക്കിവിടെ ആൻറ്റി ലോഗ് വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ആൻറ്റി ലോഗ് വാല്യൂ പൂർണ്ണമായിട്ടില്ല, നമുക്കിവിടെ 58.03 എന്നാണ് ആൻസർ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അതായത് നമുക്ക് 1 പോയിൻ്റ് എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 1 പോയിൻ്റ് എന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ നോക്കേണ്ടത് 1 ആണോ 2 ആണോ, ഇവിടെ ഡിജിറ്റിൻ്റെ എണ്ണമല്ല. നമ്മൾ ലോഗ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഡിജിറ്റിൻ്റെ എണ്ണം നോക്കിയിട്ട് അത് -1 ചെയ്തല്ലേ. ഇപ്പോൾ 2 - 1 1 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ 1നെ 1 ആയിട്ട് തന്നെ എടുക്കണം. 1നെ 1 ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്യണം. അതായത് 1 + 1 = 2 എന്ന് വരും. അപ്പോൾ 2 എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഈ ആൻസറിൻ്റെ ഇടത് ഭാഗത്തു നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ 2 പോയിൻ്റ് മാറ്റിയിട്ട് കുത്തിടണം എന്നുള്ളതാണ്. അപ്പോൾ 58.03 കിട്ടിയിരിക്കുന്നുണ്ടോ. അതായത് ഒന്നുകൂടെ പറയാം, ഇവിടെ 1 എന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മൾ 1ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഏത് സംഖ്യയാണെങ്കിലും അതിനൂടെ ആഡ് ചെയ്യണം, ഒന്നുകൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ 2 ആണ്, 2ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യണം, 3 ആവും. അപ്പോൾ 3 സംഖ്യ മാറ്റി നമ്മൾ കുത്തിടണം. ഇവിടെ 1 ആയതുകൊണ്ട് 1 + 1 2 എന്ന് കിട്ടും. നമുക്ക് കിട്ടുന്ന ഈ ലോഗ് വാല്യൂവിൻ്റെ 2 സംഖ്യകൾ മാറ്റിയിട്ട് നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇടണം. അപ്പോൾ 58.03 ആണ് ഇതിൻ്റെ ജോമെട്രിക് മീനായിട്ട് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 1ഉം 2ഉം 3 പരമാവധി അത്രയൊക്കെയാണ് വരാറുള്ളൂ സാധാരണ കേട്ടോ. അപ്പോൾ നമുക്ക് 3 ആണെങ്കിൽ 3 + 1 നമ്മൾ 4 പോയിൻ്റ് മാറ്റി കുത്തിടും കേട്ടോ. ആ രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലോഗിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴും ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുമ്പോഴും ഇങ്ങനെ ഈ ഒരു കാൽക്കുലേഷൻ നമ്മളത് ഓർത്തിരിക്കണം. ഒന്നുകൂടെ പറയാം, ലോഗ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡെസിമൽ പോയിൻ്റ് ഇപ്പുറമുള്ള സംഖ്യ കിട്ടുന്നത് ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് 1 2 ഡിജിറ്റ്, ആ ഡിജിറ്റിൻ്റെ എണ്ണമാണ് ഇവിടെ നോക്കുന്നത്. എണ്ണത്തിൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 2 - 1 1 എന്ന് കിട്ടും. അപ്പോൾ ആ 1 ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഇനി ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള പോയിൻറ്റിന് ഇപ്പുറമുള്ള കാര്യങ്ങളാണ്, റൈറ്റ് സൈഡിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൻ്റെ എത്ര ഡിജിറ്റ് മാറ്റി കുത്തിടണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഡെസിമൽ പോയിൻ്റ് ഇപ്പുറമുള്ള ഈ സംഖ്യ എത്രയാണെന്ന് നോക്കുക. 1 ആണെങ്കിൽ 1 + 1 2 പോയിൻ്റ് മാറ്റി കുത്തിടുക. 2 ആണെങ്കിൽ 2 + 1 3 പോയിൻ്റ് മാറ്റി കുത്തിടുക. അപ്പോൾ അതേ രീതിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ജോമെട്രിക് മീൻ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 173 182 75 5/8 ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് 2 ഡെസിമൽ സംഖ്യകൾ കൂടി വന്നിട്ടുണ്ട് അല്ലേ, 2 ഡെസിമൽ സംഖ്യകൾ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. അതായത് ഡെസിമൽ സംഖ്യകൾ വരുമ്പോൾ അതിൻ്റെ ലോഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ലോഗ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനൊപ്പം പഠിച്ചു പോകാം. നോക്കാം, ഇത്ര ഐറ്റംസിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ സാധാരണ പോലെ ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റം എല്ലാം എക്സിൻ്റെ കോളത്തിലേക്ക് എഴുതി അതിനുശേഷം നമ്മൾ ലോഗ് എക്സ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ലോഗ് എക്സ് 173 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 70 ലോഗ് എടുത്തിട്ട് നമ്മൾ 17 / 3 അല്ലേ, അതാണ് നമുക്ക് 2380 കിട്ടുക. ഒന്ന് നോക്കണോ, 17 / 3 അല്ലേ. നമ്മൾ ലോഗാണ് എടുക്കേണ്ടത്, ആൻറ്റി ലോഗ് അല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആൻറ്റി ലോഗിലാണല്ലേ. നമ്മൾ മുകളിൽ പോയിട്ട് 17 / 3 ഇത് 0 ഇത് 3 ആണല്ലേ. ഇപ്പോൾ 17 നേരെ / 3 നോക്കി 2380 കിട്ടും അല്ലേ. 2380 നോക്കി 2380 ഇവിടെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 2380 അതിൻ്റെ ഇനി പോയിൻ്റ് ലെഫ്റ്റ് സൈഡ് നമ്മൾ ഡെസിമൽ ഇട്ടിട്ട് 2 എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് 2 വന്നിരിക്കുന്നത്, ഇവിടെ എത്ര ഡിജിറ്റാണുള്ളത്, 3 ഡിജിറ്റാണുള്ളത് അല്ലേ. 173 മൊത്തം 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 3 - 1 അല്ലേ, 3 - 1 എന്നുള്ളത് 2 എന്ന് കിട്ടും അല്ലേ. ആ 2 ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 3 ഐറ്റമാണുള്ളത്, ഇവിടെ നോക്കുക 2 ആണ് വന്നിരിക്കുന്നത്. 3 - 1 ഇവിടെ 2 ഐറ്റം ഉള്ളൂ. അപ്പോൾ 2 - 1 1 എന്ന് എഴുതി. ഇവിടെ ഒരു ഐറ്റം ഉള്ളൂ, അപ്പോൾ 1 - 1 0 എന്ന് എഴുതി അല്ലേ. ഇവിടെ ഒരു ഐറ്റം 1 - 1 0 അല്ലേ. ബാക്കിയെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 5ൻ്റെ നോക്കേണ്ടത് എന്താ ചെയ്യേണ്ടത്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു 5ന് നമ്മൾ ലോഗ് നോക്കുമ്പോൾ 50യുടെ നോക്കണം അല്ലേ. 50യുടെ നോക്കുമ്പോൾ നമുക്ക് 50യുടെ / 0 69 90 കിട്ടും അല്ലേ. അപ്പോൾ ബാക്കിയല്ല ഇതെല്ലാം നിങ്ങൾക്ക് അതേപോലെ തന്നെ കണ്ടുപിടിക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. നോക്കുക, അടുത്തത് നമ്മൾ 0.08 അതായത് ഡെസിമൽ പോയിൻറ്റിൻ്റെ എങ്ങനെയാണ് ലോഗ് വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുക. 0.08 ഓക്കെ. അപ്പോൾ ഇവിടെ 0.08 നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ 0 കഴിഞ്ഞുള്ള സംഖ്യ അല്ലേ, അല്ലെങ്കിൽ 0.08. 0.08 നമുക്ക് അറിയാം, നമുക്ക് 10 മുതലാണ് ലോഗിൽ കിടക്കുന്നത് അല്ലേ. 10 മുതലേ ഉള്ളൂ, നമുക്ക് 0ക്കൊന്നും ഇല്ല വാല്യൂ. അതുകൊണ്ട് നമ്മൾ 8ന് വരുമ്പോൾ എന്താണ് എടുക്കുന്നത്, 80 എടുക്കുന്നത്. അപ്പം 80 ആണ് നമ്മൾ നോക്കേണ്ടത്.
0.080 നമ്മളിപ്പോൾ കണക്ക് കൂട്ടണ്ട. 80ൽ നമുക്ക് 9031 കിടക്കുന്നത് അല്ലേ. 80ൽ 9031 നോക്കുക. 80ൽ 9031 എന്നുള്ള വാല്യൂ ആണ് കിടക്കുന്നത്. അപ്പോൾ 9031 നമ്മളിങ്ങോട്ട് എടുത്തെഴുതുന്നു. ഓക്കെ. അപ്പോൾ 8ന് ഇവിടെ 08ന് നമ്മൾ എന്ത് ചെയ്തു? 9031. ഇവിടെ 8ന് എടുക്കുന്ന പോലെ തന്നെ കേട്ടോ. 08ന് നമ്മൾ ഈ 0 കൺസിഡർ ചെയ്യാതെ 8ന് പരമായിട്ട് നമ്മൾ 80 അല്ലേ, 80ൻ്റെ വാല്യൂ 9031 നമ്മളിങ്ങോട്ട് എടുത്തെഴുതി. അതിനുശേഷം നോക്കി ഇവിടെ 2 മുകളിലൊരു ബാർ അല്ലേ. ഇപ്പോൾ 2 ബാർ എന്നൊക്കെയാണ് പറയുന്നത്. അതിന് -2ന് തുല്യമാണ് കേട്ടോ. ഇവിടെ 2 -2 അല്ലെങ്കിൽ 2- എന്നുള്ളതിന് തുല്യമാണ്. 2 ബാർ എന്നാണ് ഇത് വായിക്കുന്നത്. ഇത് 1 ബാർ എന്നാണ് വായിക്കുന്നത്. അതായത് ഡെസിമൽ പോയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടേക്ക് 2 ബാർ അല്ലെങ്കിൽ 1 ബാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എഴുതേണ്ടി വരും കേട്ടോ. ലോഗ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി 2 എഴുതുന്ന എപ്പോഴാണ് 1 എഴുതുന്ന എപ്പോഴാണ് എന്നുള്ളതാണ് ഒരു സംശയം അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിന് വേണ്ടി ഒരു ടിപ്പ് ഉണ്ടാകും. നിങ്ങളത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് നോക്കിയാൽ നമുക്കിവിടെ 0.08 ആണെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂവിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 0.08 അല്ലേ. അതായത് ഡെസിമൽ കഴിഞ്ഞ് ആദ്യത്തെ നോൺ സീറോ വാല്യൂ വരെ എത്ര അക്കങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ എണ്ണി നോക്കുക. ഇപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു 0 ഉണ്ട്, അത് 0 വാല്യൂ. ഇതാണ് നോൺ സീറോ വാല്യൂ, ആദ്യത്തെ നോൺ സീറോ വാല്യൂ അല്ലേ. ഇത് ഇനി ഇങ്ങോട്ട് ഡിജിറ്റൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഡെസിമൽ കഴിഞ്ഞ് ആദ്യത്തെ നോൺ സീറോ വാല്യൂ വരെ 8 വരെ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. 1, 2 അല്ലേ. ഇപ്പോൾ 2 ഡിജിറ്റുകളല്ലേ ഉള്ളത്. അപ്പോൾ അത് വരുമ്പോൾ 2 ഡിജിറ്റുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ -2 എന്ന് കൊടുക്കണം. നമുക്ക് 3 ഡിജിറ്റാണ് വരുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 0.009 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ആദ്യത്തെ ഒരു നോൺ സീറോ വാല്യൂ വരെ, അതായത് 9 വരെ എത്ര ഡിജിറ്റുകളുണ്ട്? 1, 2, 3. നിങ്ങൾ ആ നോൺ സീറോ വാല്യൂടെ ഉൾപ്പെടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3 എന്ന് വരും. അപ്പോൾ നിങ്ങളിവിടെ -3 എന്ന് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ലോഗ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ നമ്മൾ ലോഗ് 9031 എഴുതി. ആൻഡ് 2 ബാർ അല്ലേ, 2 ബാർ പോയിൻ്റ് അല്ലേ, 9031 ആണ്. അപ്പോൾ ഈ സംഖ്യ ആണെങ്കിൽ, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ഈ സംഖ്യ ആണെങ്കിൽ നമുക്ക് എന്താണ്? 3 ബാർ .9542 അല്ലേ. അതായത് 90യുടെ വാല്യൂ 9542 നമ്മൾ കണ്ടുപിടിച്ചിട്ട് 3 ബാർ പോയിൻ്റ് അങ്ങനെ കൊടുക്കണം. ഇനി നമ്മൾ 8974 ആണെങ്കിലോ? 8974 ആണ്. അതായത് നോൺ സീറോ വാല്യൂ, ആദ്യത്തെ നോൺ സീറോ വാല്യൂ 8 ആണല്ലേ. അപ്പോൾ നമുക്ക് 1 നമ്മൾ 0 ഉണ്ടെങ്കിൽ നോൺ സീറോ വാല്യൂ വരെയല്ലേ എണ്ണുന്നത്. നമുക്ക് ഇനി തൊട്ടുമ്പോൾ 0 ഒന്നുമില്ല. അപ്പോൾ ആ നോൺ സീറോ വാല്യൂ എന്നിട്ട് 1 എന്നുള്ള ഈ ഒരെണ്ണം മാത്രമാണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 ബാർ എന്ന് എഴുതണം. 1 ബാർ. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്നുള്ളത്? നമുക്കിവിടെ സാധാരണ പോലെ ലോഗ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഡെസിമൽ വാല്യൂവിന് ശേഷം ആദ്യത്തെ നോൺ സീറോ വാല്യൂ വരെ എത്ര ഡിജിറ്റ് ഉണ്ട് എന്നുള്ളത് എണ്ണി നോക്കുക. ഇവിടെ 0.8 എന്നാണ് വരുന്നത്. നമുക്ക് 0, 1, 8, 2 അല്ലേ. മൊത്തം എത്രയാണുള്ളത്? മൊത്തം 2 വാല്യൂസാണുള്ളത്. അപ്പോൾ നമ്മൾ 2- അല്ലേ, 2 ബാർ എന്ന് എഴുതണം. 2 എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ വരയിട്ടാൽ മതി. 2 ബാർ വായിക്കുക. ഇവിടെ നമുക്ക് 2 സീറോ ഉണ്ട്, പിന്നെ ഒരു നോൺ സീറോ വാല്യൂ അല്ലേ ഡെസിമൽ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് 1, 2, 3 നോൺ സീറോ വാല്യൂ ഉൾപ്പെടെ നമ്മൾ എണ്ണണം. അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ 3 ബാർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 0 ഒന്നുമില്ല, ആദ്യത്തെ വാല്യൂ തന്നെ നോൺ സീറോ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ 1 അല്ലേ, ആ നോൺ സീറോ വാല്യൂടെ ഉൾപ്പെടെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 1. അപ്പോൾ -1 അല്ലെങ്കിൽ 1 ബാർ എന്ന് കിട്ടും അല്ലേ. ഇതേ രീതിയിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിയേ 0.89 നമ്മളിവിടെ 1 എന്ന് എഴുതിയിട്ടുള്ളൂ അല്ലേ, 1 ബാർ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് സാധാരണ പോലെ. ഇപ്പോൾ നമുക്ക് 8974 അല്ലേ, 8974 നമ്മൾ നോക്കണത് ഡെസിമലിന് ശേഷമുള്ളത്. 8974 എന്ന് പറയുമ്പോൾ 89ൻ്റെ അണ്ടർ 7, പിന്നെ 4ാമത്തെ സംഖ്യ ഉണ്ടല്ലേ. 4ാമത്തെ സംഖ്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മീൻ ഡിഫറൻസോടെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 4ൻ്റെ മീൻ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യണം. 89 എടുക്കുക, അതിൻ്റെ ലോഗ് വാല്യൂ 89 എടുത്തിട്ട് അതിൻ്റെ 7 അല്ലേ. 89 എടുത്തിട്ട് അതിൻ്റെ 7 നോക്കുക. 89 എടുത്തിട്ട് ഇതാണ് 89. 89ൻ്റെ നേരെ തന്നെ നമുക്ക് 7ലേക്ക് വരുമ്പോൾ ഇത് കിട്ടും അല്ലേ. അത് 95, 28 കിട്ടും. ഈ 95, 28 നമ്മളിങ്ങോട്ട് എടുത്തെഴുതുന്നു. നമുക്ക് വേറെ സംഖ്യ ഉണ്ട്, 4ാമത്തെ സംഖ്യ ഉണ്ടല്ലേ, 4 കിടപ്പുണ്ട്. അപ്പോൾ 4ൻ്റെ മീൻ ഡിഫറൻസ് കൂടെ നോക്കണം അല്ലേ. 4ൻ്റെ മീൻ ഡിഫറൻസ്, ഇതിൻ്റെ നേരെ 4ൻ്റെ മീൻ ഡിഫറൻസ് എത്രയാണ് കിടക്കുന്നത്? 2 കിടക്കുന്നത് അല്ലേ. 4 ഇവിടെ കിടക്കുന്നുണ്ടോ? 4ൻ്റെ നേരെ ഇത് 89ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഉണ്ട്. മീൻ ഡിഫറൻസോടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 95, 30 കിട്ടും അല്ലേ. അതാണ് കിടക്കുന്നത് 95, 30 രണ്ടും കൂടെ ആഡ് ചെയ്ത്. അപ്പോൾ 4ാമത്തെ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ മീൻ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ അതും കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മളിത് ടോട്ടൽ ചെയ്യുക. ഓക്കെ, നമ്മളിതിന് ടോട്ടൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമുക്കിവിടെ 2 ബാർ 1 ബാറൊക്കെ വന്നതുകൊണ്ട് നമുക്കിവിടെ ടോട്ടൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്, അത് 1 ബാർ 2 ബാർ ഒന്നും ഇല്ലാത്ത ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ആദ്യം ആഡ് ചെയ്യുക കേട്ടോ.
ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 0.9031 -2 എന്നാണ് ഇതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. 0.9031 -2 എന്നുള്ളതാണ്. 2ൽ നിന്ന് നമ്മൾ ഇതിനെ കുറയ്ക്കുക എന്നുള്ളതല്ല. 0.9031 -2 എന്നാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ കുറച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം കൂട്ടിയെടുത്തല്ലോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു മൈനസ് ഇല്ലാത്ത ഇത്തരം സംഖ്യകളെല്ലാം കൂട്ടിയെടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് ഈ സംഖ്യകൾ ഇപ്പോൾ ഡെസിമലിന് ശേഷമുള്ള ഇത്തരം സംഖ്യകളോടും കൂട്ടിയെടുക്കുക കേട്ടോ. ഈ കിട്ടുന്ന ഉത്തരത്തിനൊപ്പം പ്ലസ് 0.9031 പ്ലസ് 0.9530 കേട്ടോ. ഇത്രയും കൂട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ 2ഉം 1ഉം എത്ര മൈനസ് ഉണ്ട്, മൊത്തം 3 അല്ലേ ഉള്ളത്, അതങ്ങ് കുറച്ച് കളഞ്ഞേക്കുക. അപ്പോൾ നിങ്ങൾക്ക് 6.834 കിട്ടും. ഓക്കെ, ആദ്യം നമ്മൾ ഈ സംഖ്യകളെല്ലാം കൂട്ടിയെടുത്തു. അതിനുശേഷം ഈ ഡെസിമൽ മാത്രം അതിൻ്റെ ഈ കിട്ടുന്ന ഉത്തരത്തിനോട് 0.9031 0.9530 കൂട്ടിയെടുത്തു. അപ്പോൾ കിട്ടുന്ന ടോട്ടലിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് മൈനസ് സംഖ്യകൾ അത് 2ഉം 1ഉം അല്ലേ, അപ്പോൾ -3. അപ്പോൾ ഈ കിട്ടുന്ന സംഖ്യകളിൽ നിന്ന് നമ്മൾ 3 അങ്ങ് കുറച്ച് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് 6.8314 കിട്ടും. അപ്പോൾ ഇവിടെ സിഗ്മ ലോഗ് എക്സ് കിട്ടി. സിഗ്മ ലോഗ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കൊണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0.97597 അല്ലേ, അതിൻ്റെ ആൻറ്റിലോഗ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആൻറ്റിലോഗ് ടേബിൾ എടുത്തിട്ട് 97ൻ്റെ വാല്യൂ അണ്ടർ 5 അല്ലേ, 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 97ൻ്റെ വാല്യൂ നമുക്ക് 994 കിട്ടും. പിന്നെ നമുക്ക് 9ൻ്റെ മീൻ ഡിഫറൻസ് കൂടെ അല്ലേ, 9ൻ്റെ മീൻ ഡിഫറൻസ് 20 വരുന്നത്. നമുക്ക് ആൻറ്റിലോഗറിൻ്റെ ടേബിൾ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അത് അവിടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 9461 കിട്ടും. ഇനി നമുക്ക് 9461ന് നമുക്ക് ഡെസിമൽ ഇടണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡെസിമൽ ഇടേണ്ട കാര്യം നമ്മൾ പറഞ്ഞത്, അതായത് ആൻറ്റിലോഗ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ വാല്യൂവിന് ഡെസിമൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെസിമൽ പോയിൻറ്റിന് തൊട്ടിപ്പുറമുള്ള ഏത് വാല്യൂവിൻ്റെ ആണോ ആൻറ്റിലോഗ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഡെസിമൽ പോയിൻറ്റിന് തൊട്ട് ഇടതുവശത്തുള്ള ഡിജിറ്റ് നമ്മൾ ഏതാണെന്ന് നോക്കണം അല്ലേ. ഇവിടെ നമുക്കിപ്പോൾ 0 ആണ്. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് നമ്മൾ 2 ഡിജിറ്റ് മാറ്റിയിട്ട് നമ്മൾ കുത്തിടണം അല്ലേ. ഇവിടെ നമുക്ക് 3 ആണെങ്കിൽ 3യുടെ കൂടെ 1 കൂട്ടി 4 ഡിജിറ്റ് മാറ്റി കുത്തിടണം. ഇവിടെ നമുക്ക് 2 ആണെങ്കിൽ 2ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ ഡിജിറ്റിൻ്റെ എണ്ണമല്ല, നമുക്ക് എത്രയാണ് അവിടുത്തെ വാല്യൂ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. നമുക്കിവിടെ 2 ആണെങ്കിൽ 2ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് 3 സംഖ്യ മാറ്റി കുത്തിടണം. ഇപ്പോൾ നമുക്കിവിടെ 0 ആണല്ലേ. അപ്പോൾ 0യുടെ കൂടെ നമ്മൾ 1 കൂടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു സംഖ്യ മാറ്റി കുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ 9.461 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ലോഗ് വാല്യൂ കണ്ടുപിടിക്കുക, ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കുന്നതാണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ലോഗരിതം ടേബിളിൻ്റെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പഠിച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടായെന്ന് മനസ്സിലാക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് അറിയത്തില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻസ്, ലോഗിൻ്റെ കാൽക്കുലേഷൻസ് വരുന്ന മറ്റ് സീരീസിലുള്ളത്, ഡിസ്ക്രീറ്റ് സീരീസിലുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.